മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങി ശബരിമല സന്നിധാനം. മകരവിളക്ക് ദിനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സുരക്ഷയ്ക്കായി കൂടുതൽ കേന്ദ്രസേനയും പോലീസ് സംഘവും എത്തുന്നുണ്ട്. വിവിധ വകുപ്പുകൾ ചേർന്നുള്ള യോഗത്തിലാണ് ഈ തീരുമാനം. 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ദേവസ്വം കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം ചേർന്നത്. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ നിയന്ത്രണം വ്യത്യസ്ത ഇടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 35,000 ഭക്തർക്ക് മാത്രമാണ് ഈ ദിവസം പ്രവേശനം ഉള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ ഈ പേട്ടത്തുള്ളലും ഇന്ന് നടക്കുന്നുണ്ട്. 12-ാം തീയതിയാണ് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നത്. 14-ാം തീയതി മകരവിളക്ക് ദിവസമായ 14-ാം തീയതി അത് സന്നിധാനത്ത് എത്തും. ഈ ദിവസങ്ങളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വളരെ കുറച്ച് ഭക്തർ മാത്രമാണ്, അതായത് 1 ലക്ഷത്തിൽ താഴെ ഭക്തർ മാത്രമാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത്. കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഭക്തരുടെ എണ്ണത്തിൽ ഉള്ള ഒരു കുറവ്. അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ഭക്തർ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർ പല ഇടങ്ങളിലും തമ്പടിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സന്നിധാനത്തും പരിസരത്തും അവർ പർണശാല കെട്ടി തമ്പടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് പല ഇടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തമ്പടിച്ച് അവർ ഇവിടെ തന്നെ തങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടക്കം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മകരവിളക്ക് ദിനത്തിൽ കൂടുതൽ പോലീസ് സേനയും എത്തുന്നുണ്ട്. കേന്ദ്ര സേനയും ഈ സമയങ്ങളിൽ കൂടുതലായി എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭക്തർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം, അതായത് എണ്ണത്തിൽ കുറവ് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ട്. മരക്കൂട്ടത്തിൽ നിന്നും ആണ് ഓരോ ബാച്ചുകളായി സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. ഇവിടെ നിന്നും 5-6 മണിക്കൂറുകൾ അവർക്ക് ഇപ്പോഴും ക്യൂ നിൽക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭക്തരുടെ എണ്ണത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ അശാസ്ത്രീയമായ ഒരു നിയന്ത്രണം കാരണമാണ് ഇപ്പോൾ ഭക്തർക്ക് ഏറെ സമയം ക്യൂ നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യമോ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തതയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ലഘുഭക്ഷണം പലയിടങ്ങളിലും വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും അത് ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതികൾ ഉണ്ട്. മണിക്കൂറുകൾ ക്യൂ നിൽക്കുമ്പോൾ കൃത്യമായി അവർക്ക് കുടിവെള്ളം അടക്കം ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്ന പ്രധാനപ്പെട്ട പരാതികൾ.